ജോയിൻ ചെയ്യും. ഇപ്പൊ നമ്മൾ ഇസൈ തിരുവിഴ ഇവന്റിന്റെ ഡീറ്റെയിൽസും അതുപോലെ സ്റ്റാർസിനെയും 1 by 1 ആയിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് യെസ്, ഇനി നമ്മുടെ ഖത്തറുകാരിയായിട്ടുള്ള ഒരു താരം അതോടൊപ്പം തന്നെ പ്രിയ ജസൻ രണ്ടുപേരുമാണ് ജോയിൻ ചെയ്യുന്നത്. സോ ഇനി അവരുടെ വിശേഷങ്ങളിലേക്കും അതുപോലെ കാര്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകണം അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ദിവസം പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വൈകുന്നേരം ഇങ്ങനെ ഖത്തർ തകർക്കാൻ പോവാണ്. ഇപ്പൊ ഇവിടെ കുറെ നേരമായിട്ട് നല്ല രസമായിട്ടുള്ള സംസാരങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പാർവതി, അപ്പോ പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇനിയും ഇവിടെ പാട്ടും ഡാൻസും കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഐശ്വര്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐശ്വര്യ ഇപ്പൊ നമ്മുടെ ഖത്തറിൽ സെറ്റിലായി, ഖത്തറുകാരിയായി, ഞങ്ങളുടെ ആയി ഇപ്പൊ. അപ്പൊ നാളത്തെ പരിപാടിനെ കുറിച്ച് അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച്. കാര്യം ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. പിന്നെ മലയാളി ഒരു പ്രോഗ്രാംസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു തമിഴ് ഇസൈ തിരുവഴ, അപ്പം അതിന്റെ ഒരു എന്താ ഒരു സെപ്പറേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് വളരെ വെയിറ്റിംഗ് ആണ്. അപ്പം എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ ഇപ്പൊ ഈ ലൈവ് കാണുന്ന എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം അവരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലും മാക്സിമം നമ്മുടെ കഴിവ് നമ്മൾ നോക്കും, ഒരുമിച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ. ഓക്കെ, പ്രിയ മലയാളിയാണ്, പക്ഷെ കുറെ ഹിറ്റ് പാട്ടുകൾ തമിഴിൽ സമ്മാനിച്ചിട്ടുള്ളത് തന്നെ ഇതിപ്പോ മലയാളിയാണോ തമിഴാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലേ? ഇല്ലേ? അറിയില്ല ആർക്കും. ഇല്ല, തമിഴാണ് വിചാരിച്ചിരിക്കും. ഓക്കെ, ഒന്ന് തമിഴിൽ സംസാരിച്ചേ. ചുമ്മാ ചോദിച്ചാൽ സംസാരിക്കും. എന്തപ്പോ ചോദിക്കുക? എന്താണ് നാളത്തെ പ്രോഗ്രാമിൽ എത്രമാത്രം എക്സൈറ്റഡ് ആണ്? തമിഴിൽ പറ. தமிழ்ல ரொம்ப எக்ஸைட்டடா இருக்கு. நான் போன வருஷம் இதே மாதிரி கத்தர் தமிழ் சங்கக்காக பெர்ஃபார்ம் பண்றதுக்கு வந்திருந்தாங்க. ஸோ செம்மையா இருந்துச்சு. அன்னைக்கும் பயங்கர கூட்டம் எல்லாம் இருந்துச்சு. ஸோ இந்த வாட்டி அதோ விட பயங்கரமா இருக்கும் நினைக்கிறேன். മലയാളത്തിൽ പറയും. ഓക്കെ, അപ്പോ നമുക്ക് എനിക്കത് മ്യൂസിക്കിന്റെ ഒരു സെക്ഷനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ലണ്ടനിലൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു നേട്ടങ്ങളെ പറ്റിയിട്ടൊക്കെ ആളുകളോട് പറയുകയാണെങ്കിൽ ഭയങ്കര വലിയ ഭാഗ്യ കാര്യം. നമ്മളെ പോലത്തെ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടണം. പല പല രാജ്യങ്ങളിൽ പോയിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റണതൊക്കെ അത് ഭയങ്കര ഭാഗ്യമല്ല, ലക്ക് തന്നെയാ. സോ ഇവിടെ അതേപോലെ ഇപ്പൊ ഖത്തറിലും വരാൻ പറ്റി. അത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞ, കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം വിളിച്ചതിന് ഭയങ്കര സന്തോഷമുണ്ട്. നാളെ കാണാം എങ്ങനെയുണ്ടാവും ഷോ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഡാൻസ് പെർഫോമൻസുകൾ കാര്യങ്ങളൊക്കെ ഖത്തറിൽ വന്നിട്ട് എനിക്കൊന്ന് സ്റ്റേജ് ഇപ്പോ ഇവിടെ സ്ഥിരതാമസാക്കിയതിന് ശേഷം ഫസ്റ്റത്തെ പ്രോഗ്രാം ആണോ? ഫസ്റ്റത്തെ അല്ല, പ്രോഗ്രാം ചെയ്തിരുന്നു. ഓണത്തിന്റെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം ഒരു കുറച്ചുകൂടെ വലിയൊരു പ്രോഗ്രാം ഇപ്പം നമ്മൾ നാളത്തെ ചെയ്യാൻ പോവാണ്. അപ്പം കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ വന്നിരുന്നു ഈ സീറ്റിൽ തന്നെ ഞാനിരുന്ന് ഇവിടെ ഞാൻ സംസാരിച്ചാണ് നിങ്ങളോട്. അപ്പം വീണ്ടും നമ്മുടെ ഖത്തറിൽ ഇപ്പം നമ്മുടെ ഒരു സ്വന്തം വീട് പോലെ ആയി തുടങ്ങി. അപ്പോൾ ഒത്തിരി മലയാളീസ് ഒക്കെ ആയിട്ട് ഒത്തിരി പേര് ഇങ്ങനെ നമ്മളെ പരിചയപ്പെടുകയും കാണുകയും ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഒരു സന്തോഷം കൂടെ ഉണ്ട്. ആൻഡ് അപ്പോ നാളത്തെ ദിവസത്തെ പാടാനുള്ള ഒരു ചെറിയ സാമ്പിൾ എന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് ഏത് പാട്ടാ പാടുക? ഇപ്പോ ഞാൻ എന്റെ ഫേവറേറ്റ് സോങ് പാടാം. एक सौदा रात का एक कौड़ी चांद की, चाहे तो चुम ले तू तोड़ी चांद की, एक चांद की कश्ती में चल पार उतरना है, तू हल्के हल्के के ना डरिया ना चल के, मैया मैया நிலாவை வர்ணம் பூசி வைத்துக்கொள், மை மை மையா என்னுடலினில் ஒளிவிட்ட மலர்களும் பொய்யா பொய்யா, மையா மையா நிலாவை வர்ணம் பூசி வைத்துக்கொள், மை மை மையா என்னுடலினில் ஒளிவிட்ட மலர்களும் பொய்யா பொய்யா. വണ്ടർഫുൾ. ശരിക്കും നമ്മളെ നാളെ ഇളക്കി മറിക്കുന്ന പെർഫോമൻസസ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുന്നു എന്ന് പറയാം. ആൻഡ് യെസ്, ഇവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ലൈവിൽ മെസ്സേജ് അയച്ചോളൂ. ബിക്കോസ് നമ്മളിപ്പം ഓൺ എയറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൻഡ് ഐശ്വര്യക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ആർമി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഐശ്വര്യ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ അർജുൻ ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിരിക്കുന്നു. അർജുൻ വെയിറ്റിംഗ് ഫോർ ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ റേണുവിന്റെ മെസ്സേജ് അയച്ചു. എല്ലാവർക്കും ഭയങ്കര ഹായ്, വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. വർഷം നമ്മളിപ്പം ഇവിടെ വന്നിട്ടായാലും
അവരുടെ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്ന് അറിയുമ്പോഴത്തേക്കും അത് ഭയങ്കര സന്തോഷമാണ്. വന്നിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ളൂ, ഒരു 4 months ഒക്കെ ആവുന്നേ ഉള്ളൂ. അപ്പം അത്രയും ടൈം ആയിട്ടും നമ്മളെ മറന്നിട്ടില്ല, ഇപ്പോഴും അവര് സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. നാളെ എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് ആണ് ഐശ്വര്യന്റെ സൈഡ്? അത് നമ്മളെപ്പോഴും അടിച്ചുപൊളി തന്നെ. അപ്പൊ നമ്മൾ ഡാൻസ് ചെയ്ത് മറക്കാൻ പോവാം. അതെ, അവര് വന്നിരിക്കുന്നത് അടിച്ചുപൊളി, ഒരു എൻജോയ്മെന്റ്. അവരുടെ ഇപ്പം കൂടുതലും വരുന്നത് വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന ആകെ വീക്കെൻഡിലൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അന്നേരം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മൊത്തം അങ്ങ് അടിച്ചു പൊളിക്കുക. അതാണ് നമ്മുടെ ഒരു നാളെ നമ്മൾ പൊളിക്കണം. ദൈവമേ പൊളിക്കണേ. പിന്നെ എല്ലാരും അവര് എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ മാജിക് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ 7 വർഷം നമ്മൾ ഒന്നിച്ച് എല്ലാ വീക്കിലും കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാരും വിളിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട്, എല്ലാവരുടെയും പുതിയ പുതിയ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം എപ്പോഴും എന്നെ വിളിച്ച് കുറെ പേര് അങ്ങനെ ചോദിക്കും, നീ ഓക്കെ ആണോ ഇവിടെ, നീ ഓക്കെ ആണോ, എന്തെങ്കിലും ഓക്കെ ആണോ, എന്ത് പ്രശ്നമുണ്ടോ, സന്തോഷമാണോ, ഹാപ്പിയാണോ, അങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പം അതും വലിയൊരു അനുഗ്രഹമാണ്. അപ്പം നാട്ടിൽ ചെല്ലുമ്പം എല്ലാവരെയും കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പം അവരുടെ ഒരു പ്രോഗ്രാം ഇപ്പം നമ്മളില്ലെങ്കിൽ പോലും അവിടെ നമുക്ക് കയറി ചെന്ന് എല്ലാവരെയും കണ്ട് സുഖം അന്വേഷിക്കാനായിട്ടൊക്കെ ഇങ്ങനെ അതിനും വെയിറ്റിംഗ് ആണ്. പ്രിയ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, കാൽമുളൈത്ത പൂവേ സോങ് പാട സൊല്ലു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ്. ഓക്കെ. നിലവുകൾ തലക കുനിந்ததே, மலர்களின் மாமதை எழுந்ததே, கடவுளின் கனவை முடிந்ததே, அழகி பிறந்த நொடிகளே தலைகள் குனிந்ததோ, மமதை ஆழ்ந்ததோ, கடமை முடிந்ததோ, பிறந்த நொடியிலோ, ஹே பெண்ணே ஏ பெண்ணே உன் வளைவுகளில் தொலைவது போல உணர்கிறேன், இடையினிலே திணறுகிறேன், கனவிதுதானா வினவுகிறேன். லோலலோ 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 லோலலோ. கால் முளைத்த பூவே என்னோடு வேலே ஆட பாபா. ഈ ഒരു സാമ്പിളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നാളെ എത്രത്തോളം ഒരു ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. സോ യെസ്, ഇസൈ തിരുവിഴ മെയിൻ സ്പോൺസർ ആയിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ബ്ലൂ ഗാലക്സി നഴ്സിംഗ് സർവീസസ് ആണ് ആൻഡ് ബ്ലൂ ഗാലക്സി ഫെസിലിറ്റി മാനേജ്മെന്റ്. കോ സ്പോൺസേഴ്സ് ഓൺലി കോഫി, ഫ്രൈഡേ ആൻഡ് നാഷണൽ എക്സ്ചേഞ്ച്. ട്രാവൽ പാർട്ണർ സേഫ് വേൾഡ് ട്രാവൽസ്. പ്രിന്റിംഗ് പാർട്ണർ ഗ്രീൻ പ്രിന്റ്. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള ടീമിനെ കൂടി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുമായിട്ടൊന്ന് ഒഫീഷ്യലായിട്ട് ബാക്കി കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊന്ന് വിളിച്ചോളൂ. അതെ, അപ്പം ഒത്തിരി സന്തോഷത്തോടെയും നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാം എന്നുള്ള വിശ്വാസത്തോടെയും നിങ്ങളെല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമ്മളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം ഇപ്പം ഇങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഇപ്പം പാടുന്ന ടൈമിൽ ഇങ്ങനെ പാടാൻ പറ്റാന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പം ഞാനും നിങ്ങളുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. ഡാൻസ് ഓക്കെ. അപ്പം നമുക്കിപ്പോൾ ഒരു സങ്കടം വിഷമമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ എല്ലാവരും എന്താ എപ്പോഴും നമ്മൾ ഒന്ന് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പാട്ട് കേൾക്കുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ സൗണ്ട് ഇങ്ങനെ 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 ഓരോ സംഗതികളൊക്കെ വരുന്നത് ഒക്കെ ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പം ഞാനും വെയിറ്റിംഗ് ആണ്. നിങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന എല്ലാവരും വരിക, നമുക്ക് ഒരുമിച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം. മലയാളത്തിൽ പറഞ്ഞോ തമിഴിൽ പറഞ്ഞോ? അപ്പൊ നാളെ എല്ലാവരും ആ കാര്യം ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ബിസി ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളൊക്കെ കഴിഞ്ഞിട്ട് ഒരു റിലാക്സ് ചെയ്ത് നല്ല ഡാൻസ് കളിച്ച് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഡാൻസും ഇവരെയൊക്കെ കാണാൻ നേരിൽ കാണാലോ നിങ്ങൾക്ക്. അതൊക്കെ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ കുറെ പാട്ട് കേൾക്കാം, ഞങ്ങളുടെ പാടാം, ഡാൻസ് കളിക്കാം, എൻജോയ് ചെയ്യാം. അപ്പൊ എല്ലാരും വാ. അതുപോലെ ബ്ലൂ ഗാലക്സി ഇവന്റ്സ് പ്രസന്റ് ചെയ്യുന്ന ഒരു ബിഗ് ഷോ ആണ്. അപ്പം അതിന്റെ എഫേർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളും എല്ലാവരും നിങ്ങളെ കാണാൻ വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണുകയും കൂടി ചെയ്യാം എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ടിക്കറ്റുകൾ എടുക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ടിക്കറ്റുകൾ സ്വന്തമാക്കാം. 30306020 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ 77849494 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ആൻഡ് ഇനി നമുക്ക് 2 പേര് കൂടി ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്.
സോ യെസ് ഡെഫിനറ്റ്ലി വീണ്ടും റിമൈൻഡ് ചെയ്യിക്കാനുള്ളത് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. 30306020 എന്ന നമ്പറിലേക്കാണ് ടിക്കറ്റ്സിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ക്യൂ ടിക്കറ്റ്സിലും ടിക്കറ്റ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോ ഒരു അന്വേഷണമൊക്കെ കഴിഞ്ഞിട്ട് പോയ ആൾ വീണ്ടും ദേ നമ്മൾക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതായത് അപർണയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളും ജോയിൻ ചെയ്തിരിക്കുന്നത്. സഞ്ജു സാമുവൽ, ബ്ലൂ ഗാലക്സിയിൽ നിന്ന് സഞ്ജു സാമുവലുമാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അപർണ ഇപ്പൊ നമ്മുടെ സ്വന്തം ആളായി. ഇവിടുന്ന് കയറി വന്നപ്പോ തന്നെ ഞാൻ കഴിഞ്ഞ മാസം വന്നല്ലേ ഉള്ളൂ. സ്ഥിരമായിരുന്നു വഴിയൊക്കെ അറിയാം. ഇവര് ഇതല്ലേ ബിൽഡിംഗ് എന്ന് വെച്ചപ്പോ ഞാനാ പറഞ്ഞു കൊടുത്തത്. ഇത് തന്നെയാണ് ബിൽഡിംഗ് ഞാനാ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, എന്തായാലും മൂവി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീബാല നല്ല രസമായിട്ട് തന്നെ വന്നു മൂവി. അതിന്റെ വിശേഷങ്ങൾക്കായിരുന്നു ഇതിന്റെ തൊട്ടുമുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ ഒരു പെർഫോമൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് തിരുവേളിയുമായിട്ട്. അതെ അതെ. ഞാൻ ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞാനിങ്ങനെ പുറത്തൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു സ്റ്റേജ് ഷോ ആണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. പക്ഷെ അതുപോലെ തന്നെ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഖത്തർ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാനിപ്പം വന്നു പോയുള്ളൂ. മാത്രമല്ല എന്റെ ഫാമിലി ഇവിടെ ഉണ്ട്. അതിന് ഒരുപാട് പരിചയമുള്ള ആൾക്കാരുണ്ട്. ഞാനൊരു NRI കിഡാണ്. ഞാൻ പഠിച്ചു വളർന്നതൊക്കെ മസ്കറ്റിലാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഷോസ് ഒക്കെ ടിക്കറ്റ് കൊടുത്ത് പോയി കാണുന്ന ഒരാളാണ്. അപ്പൊ പേഴ്സണലി അങ്ങനത്തെ ഒരു ഷോയില് ഒരു ഡാൻസിന് വരിക എന്ന് പറയുന്നത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ എൻട്രിക്കൊക്കെ ടിക്കറ്റ് കൊടുത്ത് വിൽക്കുന്ന ഒരു പരിപാടിക്ക് ഒരു ഡാൻസ് പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല. ബട്ട് ഐ എം ആസ് ടെൻഷനും ഉണ്ട്, അതുപോലെ എക്സൈറ്റഡും ആണ്. എങ്ങനെ വരും, എന്താവും എന്നുള്ളത് കാണാൻ. ഓക്കെ, ആൻഡ് സഞ്ജു ബ്രോ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഫുൾ ഓൺ ആയിട്ട് ഫുൾ വൈബിൽ ഇങ്ങനെ സംസാരിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ കേട്ടോണ്ടിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് പ്രോഗ്രാമിന്റെ ഈ ഒരു മീൻസ് പ്രോഗ്രാം നാളെ നടക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ബ്ലൂ ഗാലക്സി ഇവന്റ്സിന്റെ ടിക്കറ്റ് വെച്ചുള്ള ആദ്യത്തെ പ്രോഗ്രാമാണ് ഖത്തറിൽ. അപ്പം ഞങ്ങളും വളരെ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോഗ്രാമുകൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും നൃത്തങ്ങൾ, അതുപോലെ തന്നെ പാട്ടുകൾ എല്ലാം കേൾക്കുവാനായിട്ട് ഞങ്ങൾ വളരെ ആകാംക്ഷയോട് തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണെന്നാണ് ഞങ്ങളുടെ വിചാരവും. ഈ ഒരു പ്രോഗ്രാം ഒരു വൻ വിജയമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം, അല്ലെങ്കിൽ സഹകരിക്കണം, ഞങ്ങളുടെ കൂടെ സഹകരിക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഓക്കെ, ആൻഡ് ഇനി അടുത്ത സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അടുത്തത് ഇനി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട്, അത് സൈജു ചേട്ടനും സണ്ണി വെയിനും ആണ്. അപ്പൊ ആ പടം ഇറങ്ങാനുണ്ട്. പിന്നെ അതേ ടീമിന്റെ തന്നെ ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട് അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഒന്നും അവരായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഞാനായിട്ട് പറയുന്നില്ല. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്റെ ദീപക് ബ്രോ ഒരു സ്ഥലത്ത് സിനിമകൾ ഇറക്കുന്നു, വൻ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇറങ്ങിയ 2 ചിത്രങ്ങളും സൂക്ഷ്മദർശിനിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന്റെ അതിന്റെയാണ് ഭാര്യ വന്നു കയറിയ പെണ്ണിന്റെ ഒരു ഭാഗ്യമായിട്ടാണ് അത് ഞാൻ കാണുന്നത്. അതിന്റെ ഫുൾ ക്രെഡിറ്റും ഞാൻ എടുക്കാൻ. മൂപ്പരും അങ്ങനെ തന്നെയാണോ കാണുന്നത്? അല്ല, ഞാൻ പോകുന്നിടത്തൊക്കെ അത് പറയുന്നുണ്ട്. പക്ഷെ മൂപ്പരുടെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ടൊന്നും ഇല്ല. എന്നാലും അങ്ങനെ നമുക്ക് വിചാരിക്കാമല്ലോ. ഇപ്പൊ ഞാൻ പറയായിരുന്നു, കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയ 2-3 സിനിമകളെല്ലാം അത്യാവശ്യം നല്ല വർക്കായ ആൾക്കാരൊന്നും അല്ല. അപ്പൊ ചിലപ്പോ അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്റെ പടങ്ങള് അല്ല, അത് നല്ല സിനിമകളാണ്. അപ്പൊ ഇനിയും വരാനിരിക്കുന്നൊക്കെ നല്ല നല്ല സിനിമകളായിട്ട് മാറട്ടെ. ആനന്ദ് ശ്രീബാല അതുപോലെ തന്നെ ആൾക്കാർ ഒരുപാട് കണ്ടിഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയ സിനിമ, സന്തോഷമാണ്. ഓക്കെ, അപ്പൊ നാളത്തെ ദിവസം എത്ര ഡാൻസ് ഉണ്ട്, ഏതൊക്കെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തീരുമാനമായോ? നാളത്തെ ദിവസം ഒരു പെർഫോമൻസ് ആണ് ഉള്ളത്. പക്ഷെ നല്ല അടിപൊളി കുറച്ചധികം സോങ്സ് ഉണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി നല്ല അടിപൊളിയായിട്ട് വരുമായിരിക്കും. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ സോങ്സ് ആണ്. അത്രയും പറയാം, ബാക്കി സ്റ്റേജിൽ കാണാം. മൊത്തത്തിൽ ഇവരെല്ലാരും കൂടി വന്ന സമയത്ത് ഒരു കോളേജിലെ പിള്ളേരെല്ലാരും കൂടെ ഒരുമിച്ച് വന്ന പോലെ ഇല്ല. അതായത് ഇവർ തമ്മിൽ മൊത്തത്തിൽ സെറ്റ് ആയിട്ട് ഒരു ട്രിപ്പ് വന്ന ഒരു ഫീൽ തോന്നില്ലേ? അത് ശരിക്കും ഒരു ഇവന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് അല്ലേ? തീർച്ചയായിട്ടും. ഞാനാണെന്നുണ്ടെങ്കിൽ നോക്കിയപ്പോഴത്തേന് എല്ലാവരും വളരെ യങ് കുട്ടികളാണ്. അപ്പം ഞങ്ങൾ ഏറ്റവും നല്ലൊരു ടീമിനെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അപ്പം നാളെ നിങ്ങൾ എല്ലാവരും ആ ഒരു ടീമിനെ കാണാനായിട്ട് ഞങ്ങൾ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് ക്ഷണിക്കുകയാണ്. ബേസിക്കലി മാത്രമല്ല, ഇപ്പം എല്ലായിടത്തും കോൺസേർട്സും എവ്രി വൺ വാണ്ട്സ് ടു ജസ്റ്റ് എൻജോയ്, എവ്രി വൺ വാണ്ട്സ് ടു ജസ്റ്റ് ഹാവ് ഫൺ. ആർക്കും മറ്റേ എന്താ പറയാ ഇരുന്ന് കണ്ട് ഇങ്ങനെ ഒരു ക്ഷമയില്ലാത്ത കാലം. അടിച്ചുപൊളി പാട്ടും അങ്ങ് റിലീവ്, ജസ്റ്റ് കം ആൻഡ് എൻജോയ്, അത്രേ ഉള്ളൂ. അതാണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. ഇതൊക്കെ നമ്മളിപ്പം ഗൾഫിൽ, എസ്പെഷ്യലി ഈ ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാരെന്ന് പറയുന്ന എല്ലാവരും
9 to 5 ജോബൊക്കെ കഴിഞ്ഞ് അപ്പൊ ഇങ്ങനെ ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷോസ് ഒക്കെ വരുമ്പോഴാണ് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അങ്ങനത്തെ ഒരാളായതുകൊണ്ട് എനിക്ക് ക്ലിയർലി അറിയാം ഇതൊക്കെ എന്ത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. സോ അപ്പം എല്ലാവരും ഹോപ്പ്ഫുള്ളി എല്ലാവരും നാളെ എല്ലാവരും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നാളെ ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോൾ അല്ലെ 5:30 ഒക്കെ ആകുമ്പോഴേക്കും ഐ ഹോപ്പ് ദ ഓഡിറ്റോറിയം ഇസ് ഫുൾ ഓഫ് പീപ്പിൾ ആൻഡ് വി ആർ ദേർ എൻജോയിങ്. തീർച്ചയായിട്ടും നിറഞ്ഞ് കവിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മഹാസാഗരമായി മാറട്ടെ എന്ന്. അതെ, ഇവരുടെ ഒരു എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാനും അതുപോലെ ആ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് നാളെ തന്നെ എത്താം എല്ലാവരും. അല്ലർബി സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഇവന്റ് നടക്കുന്നത്. 5 PM ആകുമ്പോഴത്തേക്ക് തന്നെ ഗേറ്റ്സ് എല്ലാം ഓപ്പൺ ആവുന്നതായിരിക്കും. സോ വേഗം തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തോളൂ. 30306020 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്യൂ ടിക്കറ്റ്സിലും ടിക്കറ്റ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഏതായാലും താങ്ക് യു വെരി മച്ച് റേഡിയോ മലയാളത്തിൽ വന്നതിന്. ഇത്രയും ഫുൾ ഓൺ ആയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിക്കൂറായിട്ട് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ തകർത്തതിലുള്ള ഒരു സന്തോഷം സ്നേഹം അറിയിക്കുകയാണ്. ഇനി ബാക്കി നാളെ നേരിട്ട് വരുന്ന ടിക്കറ്റ് എടുത്ത് അവിടേക്ക് എത്തുന്ന ആളുകൾ, അല്ലർബി സ്റ്റേഡിയത്തിൽ എത്തുന്ന ആളുകൾക്ക് ബാക്കിയുള്ള പ്രോഗ്രാമുകൾ എൻജോയ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Always a pleasure coming back here. Thank you. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പടത്തിനും വരണം. പിന്നെ വരും. സൈജു ചേട്ടൻ ഖത്തറിന്റെ സ്വന്തം ആളാണ്. സൈജു ഗ്രൂപ്പിന്റെ എല്ലാ പടത്തിന്റെ പ്രൊമോഷൻ ഇവിടെ വരുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അടുത്ത പടത്തിന് ഉറപ്പായിട്ടും സൈജു ചേട്ടൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇസൈ തിരുവിഴ നമ്മുടെ നാളെ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിന്റെ വിശേഷങ്ങളായിരുന്നു ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും റേഡിയോയിൽ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നേരെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാനും കൂടി സാധിക്കുന്നതായിരിക്കും. ടിക്കറ്റുകൾ എടുക്കാത്ത ആളുകൾ ക്യൂ ടിക്കറ്റ്സ് പോയി കഴിഞ്ഞാൽ ടിക്കറ്റുകൾ സ്വന്തമാക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളിതാ നെക്സ്റ്റ് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു.